നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് പുനലൂർ നഗരസഭയുടെ 7 നില ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിലാണ്. വളരെ രസകരമായ ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട് അപ്പുറത്തായി കാണുന്നതാണ് നഗരസഭ ഓഫീസ്. കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആദ്യത്തെ കെട്ടിടം. ഏതാണ്ട് 1984-85 കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. അന്ന് ഈ 7 നില കെട്ടിടം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയാണ് ചിലവായത്. 1 കോടി രൂപ ചിലവഴിച്ച് അന്ന് നിർമ്മിച്ച ഈ കെട്ടിടം ഇന്ന് അതിശോചനീയമായ അവസ്ഥയിൽ കിടക്കുകയാണ്. ഈ മുൻവശത്ത് ഇവിടെ എല്ലാം നിരവധി കടകൾ ഉണ്ടായിരുന്നതാണ്. അകത്ത് മനോഹരമായ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം വ്യാപാര സ്ഥാപനങ്ങളായിരുന്നു. ഹോട്ടലുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, റെസ്റ്റോറൻറ്റുകൾ, തുണിക്കടകൾ, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇത് ഒരു നവീകരണത്തിൻ്റെ പേരിലാണ് ഈ കടകളെല്ലാം ഒഴിപ്പിച്ചത്. ഈ കെട്ടിടം നവീകരണം അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ട ഒരു സംഭവമായതുകൊണ്ട് തന്നെ കടക്കാർ അന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞത് വിശ്വസിച്ചു. കടക്കാരോട് നഗരസഭാ അധികൃതർ പറഞ്ഞത് 6 മാസം കടകൾ ഒഴിഞ്ഞു നൽകണം, 6 മാസം കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കടകൾ തിരിച്ചു നൽകുമെന്നാണ് പറഞ്ഞത്. ഇത് വിശ്വസിച്ച് എല്ലാ കട ഉടമകളും നഗരസഭയ്ക്ക് താക്കോൽ കൈമാറി. 6 മാസം എന്ന് പറഞ്ഞ് കൈമാറിയ താക്കോലുകൾ 6 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും അവർക്ക് കൊടുക്കാനായി സാധിച്ചില്ല. അതാ ഇതിനകത്ത് 1981 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഒരുപക്ഷെ അന്ന് കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും ഉയരമുള്ള ഒരു കെട്ടിടമായിരുന്നു ഇത്. പുനലൂരിൻ്റെ ഒരു തലയെടുപ്പായി നിലകൊള്ളുകയായിരുന്നു അന്നും ഇന്നും. പക്ഷേ ഇന്ന് ഇത് നവീകരണത്തിൻ്റെ പേരിൽ ഇവിടെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഒഴിപ്പിച്ചിട്ട് വർഷങ്ങളാവുകയാണ്. വളരെ ദുരിതമനുഭവിക്കുകയാണ് ഇതിലുണ്ടായിരുന്ന കച്ചവടക്കാർ. സന്തോഷമായ ജീവിതമായിരുന്നു എൻ്റെ ജീവിതം. ഒരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് ചെയർമാൻ ഞങ്ങൾ കുറ്റം പറഞ്ഞ ചെയർമാൻ, കഴിവുള്ള ചെയർമാനാണ്. അദ്ദേഹത്തിന് 3-4 വർഷം കൂടെ കൊടുത്തിരുന്നെങ്കിൽ, 3-4 മാസം കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും വഴിയാധാരമായി കിടക്കത്തില്ലായിരുന്നു. ഞാൻ സ്ഥാപനം തുടങ്ങി. ഒരു ദിവസം വന്ന് തലേന്ന് പറഞ്ഞ് മേളിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ കല്ല് വീഴും, അതുകൊണ്ട് നിങ്ങൾ 1 മാസത്തേക്കൊന്ന് മാറി തരണം. 1 മാസത്തേക്ക് ഇദ്ദേഹം വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ഒരു ചെയർമാനായതിൻ്റെ പേരിൽ ഞാൻ ഇറങ്ങിപ്പോയി. 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ 7 കൊല്ലമാകുമ്പോൾ ഇന്ന് എനിക്ക് ഒരു പാല് പോലും വാങ്ങിച്ച് കടിക്കാൻ നിർവാഹമില്ല. ഇതിനകത്ത് ബാങ്കിന് ലോൺ ഓടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ബാങ്കുകാർ, ഇപ്പോൾ കേരള ബാങ്കുകാർ വീട് എപ്പോഴും ഇട്ടിരിക്കുന്നു. എൻ്റെ ഇരിപ്പിടം ഇതും പോയി, കടക്കാടും പോയി. ഇനി ഞാൻ ഈ റൂമിനകത്ത് കയറി എനിക്ക് ഇപ്പോൾ 1-2 മാസം ഈ കടയിൽ എനിക്ക് തിരിഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് എൻ്റെ ജീവൻ ഒടുക്കും. എനിക്ക് യാതൊരു സംശയമില്ലായിരുന്നു. വഴികൂട്ടിപ്പോയ എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട അധികാരികൾ ഇത് കണ്ടിട്ട് കണ്ണു തുറക്കണം. ഇതിൽ ദൂരദർശൻ റിലേ കേന്ദ്രം ഉൾപ്പെടെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനമാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു നേതാവാണ്. ഇദ്ദേഹത്തിന് ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ അധികാരിയുടെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്? നമ്മൾ അന്ന് മുതൽ ഈ പറഞ്ഞതുപോലെ 45 ദിവസത്തേക്ക് ഇടിക്കാൻ വേണ്ടി ശരിക്കും ഈ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ കടകളിലൊന്നും ഒരു മെയിൻ്റനൻസും പണിയൊന്നുമില്ല. മേളിൽ ഇടിക്കുമ്പോൾ ആളുകളൊക്കെ ഇങ്ങോട്ട് കയറി ഇറങ്ങുമ്പോൾ അത് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 45 ദിവസത്തേക്ക് അടച്ചു കൊടുക്കാൻ പറഞ്ഞതിൻ്റെ അന്നത്തെ മുനിസിപ്പൽ അധികാരി, ഭരണാധികാരികൾ പറഞ്ഞതിൻ്റെ ബേസ് അവരുടെ വാക്കുകൾ വിശ്വസിച്ച് നമ്മൾ ഒന്ന് ഇറങ്ങിക്കൊടുത്താണ്. ശരിക്കും 15-ലധികം വ്യാപാര സ്ഥാപനങ്ങളും ഒരു 20ഓളം മറ്റ് ധനകാര്യ ഓഫീസുകളും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, 45 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനിശ്ചിതമായിട്ട് നീണ്ടുപോവുകയാണ്. 7 വർഷത്തിലധികമായി ഇപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മളൊക്കെ ഇതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്നത്. ഇതിനകത്ത് ഉള്ള വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ ഇരുന്നിട്ട് 200-ലധികം കുടുംബങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗാണ്. 1000-ലധികം ആൾക്കാർ എല്ലാ ദിവസവും കയറി ഇറങ്ങി ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ബിൽഡിംഗാണ്. മുനിസിപ്പാലിറ്റിക്ക് വലിയ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എന്തൊക്കെ കാരണങ്ങളാണെന്ന് നമുക്കറിയില്ല, ടെക്നിക്കൽ കാരണങ്ങളൊക്കെ കാണും. പക്ഷേ എന്തായാലും ഈ 7 വർഷം കൊണ്ട് ഞങ്ങളൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്കൊന്നും മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം നമുക്ക് വേറെ വരുമാന മാർഗങ്ങളില്ല. നമ്മൾ ഇതിനകത്ത് തന്നെ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. നാളെ ആവട്ടെ ഇന്നാവട്ടെ എന്ന് പറഞ്ഞ് ദിവസങ്ങൾ നീക്കുന്നതല്ലാതെ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ തരുന്നില്ല. എനിക്ക് സ്റ്റോക്ക് വന്നിട്ട് 4.5 വർഷമായിട്ട് കിടപ്പാ. ഇതിന് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ വേണ്ടി ഒരു മാർഗത്തിന് വേണ്ടി പറ്റുന്നില്ല. എവിടാണ് കടയ്ക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റിയുമായിട്ട് കയറി ഇറങ്ങുക. ഇത്രയും നാളുള്ള നേതാക്കന്മാരെ എല്ലാം കാലെ പിടിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ഇനി തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു.
നമ്മളെ നഗരസഭാ അധികൃതരോടൊക്കെ ചോദിക്കുമ്പോൾ എന്താ അവർ പറയുന്നത്? അവർ പറയുന്നതെല്ലാം അടുത്ത ആഴ്ച കറക്റ്റ് ആവും, എല്ലാം റെഡിയാവും, നിങ്ങൾക്ക് തരാം എന്നുള്ള അല്ലാതെ മറ്റാരും ഒന്നും പറയാനില്ല. ആ, കൃത്യമായി പറയുകയാണെങ്കിൽ വ്യാപാരികളെ ഒരു തരത്തിൽ കളിപ്പിക്കുന്ന ഒരു നിലപാടാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മോശമായ ഒരു സമീപനം യാതൊരു കാരണവശാലും ഉണ്ടാകരുതല്ലോ. ഈ സമീപനത്തിന് മാറ്റം വരാൻ സാധ്യത വല്ലതും ഉണ്ടോ? അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെപ്പോഴും പ്രതീക്ഷയുള്ളവരായി ജീവിക്കണമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രതീക്ഷയിൽ ജീവിക്കുവാണ്. ഞാൻ 3-ാം നമ്പർ റൂമിൽ ഇലക്ട്രിക്കൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ 25 ലക്ഷം രൂപയുടെ ലയബിലിറ്റി ഉണ്ടായിരുന്നു. കമ്പനിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ, 2-3 ലോണുകൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ ഹയർ സ്റ്റഡീസ് വളരെ ബുദ്ധിമുട്ടിലായിപ്പോയി. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ കാനറ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരാളാണ്. ഭൂമണയ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ഭൂമി പണയം വെച്ചെടുത്ത ആളാണ്. ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ആദ്യം വരുന്ന ചെയർമാൻ്റെ പറഞ്ഞ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും മാറിയത്. പിന്നെ മാറി വന്ന എല്ലാ ചെയർപേഴ്സൺമാരുടെ അടുത്ത് ചെന്ന് ഞങ്ങൾ വളരെ കാലെ പിടിച്ച് അവരുടെ അടുത്തെല്ലാം സംസാരിച്ച് അവരെല്ലാം പ്രതീക്ഷ തരുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പം തരാം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇത് കിട്ടും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ ലോണുകളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലാണ്, ലോണുകളെല്ലാം മുടക്കത്തിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു തരണമെന്ന് ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ സംസാരിക്കുന്നത്. സെപ്റ്റംബറോടുകൂടി ചെയർമാൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഉടനെ താഴത്തെ നില ഞങ്ങൾക്ക് തുറന്നു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്ട്രക്ചറിലായിട്ട് തന്നെ ഏകദേശം 4 വർഷമായി. ഇത് ഈ സ്ട്രക്ചർ, കാരണം വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ല. എന്തോ ചെയ്യുവാണ് എനിക്കറിയത്തില്ല. കാരണം ഇത്രയും പേരുടെ വാടക കിട്ടിയിരുന്നത് തന്നെ ഈ മുനിസിപ്പാലിറ്റിക്ക് എത്രയോ കോടി രൂപ ഈ സമയം കൊണ്ട് കിട്ടുമായിരുന്നു. ഇവിടെ താഴെ ഒരു നല്ല ഹോട്ടൽ, ശരവണ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതിടിച്ച് കളഞ്ഞു. എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾ ഇത്രയും മോശമായി ഇങ്ങനെ ഒരു മാനേജ്മെൻറ്റ് എനിക്കറിയത്തില്ല. ഈ ഭരണത്തിൻ്റെ ആണോ അതോ ഭരണാധികാരിയുടെ ആണോ ഓഫീഷ്യലാണോ നമുക്കറിയത്തില്ല. എങ്കിലും എനിക്ക് തന്നെ 5-6 സ്റ്റാഫുണ്ട്. അവരുടെ കുടുംബം, അവർക്ക് അവരുടെ ജീവിത മാർഗങ്ങളെല്ലാം വളരെ ഇതായിട്ട്, കാരണം അവർക്ക് പിന്നെ വേറെ ജോലിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. കാരണം മെഡിക്കൽ സ്റ്റോർ ഇരിക്കുന്നവർക്ക്. അപ്പോൾ അവരും എപ്പോഴും വന്ന് നമ്മളോട് ചോദിക്കും, അച്ഛാ എപ്പോഴാ കട, എൻ്റെ ആണെങ്കിൽ ലോൺ എത്ര ലക്ഷം കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മുനിസിപ്പാലിറ്റി അധികാരികൾ അത് എന്തെങ്കിലും എത്രയും വേഗം പണി തീർത്ത് ഞങ്ങൾക്ക് തരണമെന്നാണ് അപേക്ഷിക്കുക. ഇത് യഥാർത്ഥത്തിൽ ഈ ബിൽഡിങ് ഇത്രയും കോടി രൂപ മുടക്കി പുതുക്കി പണിയേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയം. ഏതാണ്ട് 3-3.5 കോടി രൂപ മുടക്കി പുതുക്കി പണി ചരിത്രത്തിൽ ഇന്നേവരെയും കേട്ടുകഴിവില്ല. ഒന്നുകിൽ ഈ കെട്ടിടം സമ്പൂർണ്ണമായും പൊളിച്ചു നീക്കിയിട്ട്, ഏതായാലും ആയുസ് തീരാറായ കെട്ടിടമാണ്, പൊളിച്ചു നീക്കിയിട്ട് പുതിയ ഒരു കെട്ടിടം വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമായിരുന്നു ഒന്നുകിൽ. അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ കെട്ടിടം അത് പുനരുദ്ധാരണം നടത്തിയിട്ട് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ മാത്രം, 1 കോടി രൂപയിൽ താഴെ മാത്രം മെയിൻ്റനൻസ് ജോലികൾക്ക് നിർവഹിച്ച് അത് യോഗ്യമാക്കണമായിരുന്നു. ഇത് രണ്ടും കെട്ട ഒരവസ്ഥയിൽ ഈ മുനിസിപ്പാലിറ്റിയെ പോലെ തന്നെ ഈ ബിൽഡിങ്ങും ആക്കിയിടും. 6 മാസത്തിനകം പണി പൂർത്തീകരിക്കുന്നു പറഞ്ഞു. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. ഈ മെഡിക്കൽ സ്റ്റോർ, അതിനപ്പുറത്തുണ്ടായിരുന്ന ഒരു തുണിക്കട, അതിനപ്പുറത്തുണ്ടായിരുന്ന ഒരു ടീ ഷോപ്പ്, ഈ ശരവണ ഭവൻ ഹോട്ടൽ, ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോസ്റ്റാറ്റും മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. സ്പെയർ പാർട്സ് ആയിരുന്നു നേരത്തെ. അതിനുശേഷം ഫോട്ടോസ്റ്റാറ്റും മറ്റ് ലാമിനേഷൻ വർക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ അന്ന് വിളിച്ചു വരുത്തി ഈ മുനിസിപ്പൽ ചെയർമാൻ്റെ, നമുക്ക് ഇവിടെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലായിരുന്നു, അതുകൂടെ പറയാം, എടുത്തു പറയേണ്ട കാര്യമാണ്. നല്ല പുനലൂർ പട്ടണത്തിൽ കൊള്ളാവുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. ഇത് ഈ നിലയിൽ പണി പൂർത്തിയാകാനും പോകുന്നില്ല. ഈ പത്രസമ്മേളനങ്ങൾ മാത്രം നിങ്ങളെയൊക്കെ വിളിച്ച് ഇടയ്ക്ക് കൂട്ടിയിരുത്തിയിട്ട് ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ 1.25 വർഷം കൂടെ ഉള്ളല്ലോ തിരഞ്ഞെടുപ്പിന്. അതിന് മുമ്പ് എങ്ങനെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുന്നു? ഈ നിലയിലെങ്ങാനും പെയിൻ്റ് അടിച്ച് നടത്താൻ പറ്റുമായിരിക്കും. അല്ല, ഇതിനകത്ത് നമുക്ക് ഈ ചർച്ച നടക്കുമ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം നമുക്ക് ലഭിക്കുന്നില്ല. കാരണം ഇന്നലെ മുതൽ നമ്മൾ നഗരസഭ ചെയർപേഴ്സനെ, വൈസ് ചെയർമാനെ, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ, ഇവരുമായിട്ടെല്ലാം ടെലിഫോണിൽ ബന്ധപ്പെട്ടു. എല്ലാവരും ഞങ്ങളൊരു ചർച്ചയുണ്ട്, എത്രയെന്ന് പറഞ്ഞു, എത്താമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതേ നിമിഷം വരെ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഒരാൾ പോലും നമ്മളുമായി ബന്ധപ്പെടുകയോ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിച്ചിട്ടില്ല. കാരണം അവർക്ക് വ്യക്തമായ ഒരു മറുപടി ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.
വ്യക്തമായ ഒരു അഴിമതി, രജരാജ് ഉന്നയിച്ചതുപോലെ വളരെ വ്യക്തമായ ഒരു അഴിമതി ഇതിന് പിന്നിൽ ഉണ്ടെന്ന് വേണം നഗരസഭയുടെ ഭാഗത്തു നിന്നും ആരും എത്താത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് നമ്മളും ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഈ കെട്ടിടം പൂർത്തിയായതിനു ശേഷം ഏതാണ്ട് 10-35 വർഷമായി. ഇനിയും വളരെ തുച്ഛമായ ഒരു ഫിറ്റ്നസ് മാത്രമാണ് ഈ കെട്ടിടത്തിനുള്ളത്. എന്നിട്ട് ഈ കെട്ടിടത്തിന് ഇപ്പം മെയിൻ്റനൻസിനായിട്ട് വെച്ചിരിക്കുന്ന തുക 3 കോടിയിൽ പുറത്ത് രൂപയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് തന്നെ ഒരു ഭീമമായ തുകയാണ്. 3 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടും ഇപ്പോഴും ഒരു സ്കെൽട്ടനിൽ തന്നെ ഈ കെട്ടിടം നിൽക്കുന്നു. ഇതിനകത്ത് ഒരാൾക്കും പ്രവേശിക്കാനോ ഒരു സ്ഥാപനം തുറന്നു കൊടുക്കാനോ സാധിക്കാത്ത അവസ്ഥ. ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഓരോ വ്യാപാരികളും പറയുന്നത്. ശരിയാണോ? 1981 പണി തുടങ്ങി, 85 ഈ കെട്ടിടം ഓപ്പണാക്കി, 85 ഓപ്പണാക്കി. പക്ഷേ എന്നിട്ട് ഈ കെട്ടിടം ഇപ്പം മെയിൻ്റനൻസ് ചെയ്യാൻ തന്നെ 7 വർഷം എടുത്തിരിക്കുന്നു. ഈ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടി ഇങ്ങനെ കഷ്ടപ്പെടുത്തണമോ? ഈ താഴെയുള്ള ഈ കടക്കാർക്കെങ്കിലും ഈ കടകളൊക്കെ കൊടുത്ത് ആ കടകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അവരുടെ ജീവിതം കുടുംബവും മുന്നോട്ട് പോകത്തില്ലേ? അന്ന് AG സെബാസ്റ്റ്യൻ ഇരുന്ന കാലത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. AG സെബാസ്റ്റ്യൻ ചെയർമാനായിരുന്നപ്പോൾ. അത് കഴിഞ്ഞ് രാജഗോപാൽ സഖാവ് വന്നിട്ടാണ് ഈ കെട്ടിടം നമുക്ക് ഒന്ന് മെയിൻ്റനൻസ് ചെയ്യണം, ഒരു തൽക്കാലത്തേക്കൊന്ന് 5-6 ദിവസത്തേക്കൊന്ന് മാറി നിൽക്കണം, നിങ്ങളുടെ സ്ഥാപനങ്ങൾ തുറക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപാരികളെല്ലാം കടകൾ അവസാനിപ്പിച്ചത്, നിർത്തിവെച്ചത്. അവരുടെ എല്ലാ സാധനങ്ങളും അതിനകത്ത് കിടക്കുക. ഈ അടുത്ത സമയത്ത് വന്നിട്ട് അതിനകത്ത് വയറിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ കടകൾ തുറന്ന് വയറിങ് ചെയ്ത് പൂർത്തീകരിച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെടുത്തുന്നത്? മെയിൻ്റനൻസ് ഇത്രയും താമസിക്കുന്നതുകൊണ്ടുള്ള മറ്റൊരു ദോഷം, ആദ്യം നടന്ന മെയിൻ്റനൻസുകൾ നശിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതിനകത്ത് കുറേ ബാത്റൂമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ പുതിയ ഫിറ്റിങ്സുകളൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഇതിനെ നോക്കാനും കാണാനും ആളില്ല. ഈ കടകളെല്ലാം അടച്ചിരുന്നുകൊണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ വികാര കേന്ദ്രമായിട്ട് ആദ്യം പണിഞ്ഞ ക്ലോസറ്റുകൾ മെയിൻ്റനൻസ് 60 ലക്ഷം രൂപ മെയിൻ്റനൻസ് നടത്തിയതെല്ലാം വീണ്ടും നശിച്ച് പോയി. വീണ്ടും അത് ശരിയാക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കും. കാരണം എത്രയും പെട്ടെന്ന് കൊടുത്ത് വീണ്ടും ചെയ്ത പണികളെല്ലാം വീണ്ടും നശിച്ചു പോകത്തേ ഉള്ളൂ. അതാണ് വേറെ പണി ചെയ്യേണ്ടി വരും. അല്ല, സമയബന്ധിതമായി മെയിൻ്റനൻസ് പൂർത്തിയാക്കാത്തതുകൊണ്ട് മെയിൻ്റനൻസ് തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ട സ്ഥിതിയാണ്. ഈ പണി ഇപ്പൊ തന്നെ പണി പൂർത്തിയായില്ല, പണി ഒന്നും ആയില്ല. പക്ഷെ പെയിന്റടി നടക്കുക, കെട്ടിടത്തിന്റെ അകത്തും പുറത്തും പെയിന്റടി നടക്കുക. ഈ പണി ഒന്നും ആയതുമില്ല, ഒരു കരയിലും എത്തിയിട്ടില്ല. ദുരന്ത നിവാരണ 7 വർഷമായിട്ട് നവീകരണ പ്രവർത്തനം നടക്കുന്ന ഒരു അത്ഭുത കെട്ടിടം എന്നാണ് പൊതുവെ നാട്ടുകാർ ഈ 7 നില ബിൽഡിങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളിലെ പലരും ആത്മഹത്യയുടെ വക്കിലാണ്. പലരും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പോലും എത്തി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് അധികാരികൾക്ക് കണ്ണു തുറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. ഈ കെട്ടിടം ഇതിങ്ങനെ മതിയോ? ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. സാധാരണ പുനലൂരിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന പുനലൂർ സാംസ്കാരിക സമിതിയുടെ ഒരു പ്രധാന പ്രവർത്തകൻ കൂടിയായ AK നസീർ. എന്താണ് നസീറിന് ഇതേപ്പറ്റി പറയാനുള്ളത്? സത്യത്തിൽ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, പുനലൂർ നഗരസഭ കഴിഞ്ഞ വർഷങ്ങളായിട്ട് മാറി മാറി ഭരിക്കുന്ന ചെയർമാനായിക്കോട്ടെ, ചെയർപേഴ്സൺ ആയിക്കോട്ടെ, വൈസ് ചെയർമാൻ ആയിക്കോട്ടെ, അവർക്കെല്ലാം വന്നു നിന്ന് വർഷാവർഷം കഴിഞ്ഞ 7 വർഷം കൊണ്ട് നടക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് ഈ ഒരു 7 നില ബിൽഡിംഗ്. കൊല്ലം ജില്ലയിലെ ആദ്യത്തെ 7 നില ബിൽഡിംഗാണ്. ഈ 7 നില ബിൽഡിങ്ങിൽ ഒരുപാട് സാധാരണക്കാരായ ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയുമായി ഇവിടെ ജീവിച്ചു പോന്നിരുന്നതാണ്. ആ സമയത്താണ് ഇവരെയൊക്കെ സൂപ്പിക്കാൻ വേണ്ടി വേറെ വരുമാനമൊന്നുമില്ല, ഏതെങ്കിലും വലിയ വലിയ ഫണ്ടുകൾ ഓരോ ചെയർമാന്മാർ മാറി വരുമ്പോൾ അവരുടെ തലയ്ക്കകത്ത് ഉദിക്കുന്നത് ഈ എനിക്കിരിക്കുന്ന കാലം കൊണ്ട് എനിക്കെന്തുണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ ഏത് പാർട്ടിയാണ് ഈ പാർട്ടിക്കകത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഇതിനകത്ത് ചെയർമാനായിട്ട് എന്ത് ആരും ചോദിക്കത്തില്ല എന്നുള്ളൊരു ധൈര്യമാണ് ഈ ബിൽഡിങ്ങിൻ്റെയും കാര്യം. നമ്മുടെ പുനലൂർ നഗരസഭയായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു വികസനം എടുത്താലും എന്തായാലും നമ്മളിപ്പോൾ ഈ 7 നിലയെക്കുറിച്ച് മാത്രം പറയുന്നതുകൊണ്ട് 7 നിലയാണ് ആദ്യം പറയേണ്ടത്. കാര്യം പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ തലയെടുപ്പോട് നിൽക്കുന്ന ഈ ഒരു 7 നില ബിൽഡിങ് പണിയാൻ തുടങ്ങിയിട്ട് 7 വർഷമായി എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ ഗതികേട് എന്താണെന്ന് ആദ്യം ആലോചിക്കണം. ഈ കെട്ടിട നവീകരണത്തിൽ ഒരു അഴിമതി ഉണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ഒരു അഴിമതിയല്ല. ഇതിന്റെ ഏതൊക്കെ മേഖലയിൽ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഈ ഇത്രയും വൃത്തികേടായി കിടക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിൽ തന്നെ അതായത് പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുക, പെയിന്റിങ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. പെയിന്റിങ് അടിക്കുന്ന എപ്പോഴാണ്? സാധാരണ നമ്മൾ വീടിനായാലും നമ്മുടെ വീടിന്റെ പണി കംപ്ലീറ്റ് ആയിട്ട് തീർന്നതിനാണ്. അപ്പോൾ ഓരോ മേഖലയിലുള്ള ഫണ്ട് ഓരോരുത്തർക്ക് വീതിച്ച് വെട്ടി വീങ്ങാൻ വേണ്ടിയിട്ട് ഒരു നഗരസഭ എന്നുള്ളതല്ലാതെ ജനങ്ങൾക്കൊന്നും ഒരു പ്രതീക്ഷയും ഇവിടിരിക്കുന്ന 35 കൗൺസിലർമാരിൽ ചിലരൊക്കെ ഉണ്ട് എന്നുള്ളതല്ല, ചില ചെയർപേഴ്സൺമാരുണ്ട് എന്നുള്ളതല്ലാതെ മറ്റു ഒരു രീതിയിലുള്ള ഒരു പ്രത്യാശ അവർക്കൊന്നും ഇല്ല. കാര്യം എല്ലാവരും പറഞ്ഞു മടുത്തും കണ്ടു മടുത്തും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വരുമാനം വരേണ്ട നഗരസഭ
സമയബന്ധിതമായി തീർക്കേണ്ട ഒരു പണി പോലും ഇത്രയും അലങ്കോലമാക്കി നശിപ്പിച്ചിട്ടിരിക്കുന്നു എന്ന് പറയും ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം. ഇവരൊക്കെ ഈ പണി, അത് ഈ രാഷ്ട്രീയ പണി അങ്ങനെ തന്നെ പറയാം, രാഷ്ട്രീയം ഒരു ജോലിയാക്കി മാറ്റി അതിൽ നിന്ന് ജീവിക്കുന്ന ഇവരെ പോലുള്ളവർ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുറച്ചും കൂടി ആൾക്കാരെ ഈ വെളിയിൽ നിന്ന് നല്ല പഠിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാൻ കഴിയുന്നുള്ളവരെ കൊണ്ട് ഇതിനകത്ത് കയറ്റി ഇരുത്തണമെന്ന് എൻ്റെ അഭിപ്രായമാണ്. പല പ്രാവശ്യം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ നിങ്ങൾ ആലോചിക്കുക, ഈ 7 വർഷം കൊണ്ട് ഇത് ഇനിയിപ്പോൾ സാധാരണ ഒരു ബിൽഡിംഗ് പണിഞ്ഞ 25 വർഷമാണ് അതിന്റെ കാലാവധി അല്ലേ, ഒരു 25 വർഷം. ഇത് ഏതാണ്ട് 35 വർഷം അടുപ്പിച്ച ഈ ബിൽഡിംഗ് വന്നിട്ട് ഇത് മൊത്തത്തിൽ പൊളിച്ചു പണിയേണ്ടതാണ്. ഇത്രയും പൈസ ആവത്തില്ലായിരുന്നു. ഇത് ഏകദേശം അന്നത്തെ കാലത്ത് നമ്മുടെ മറ്റേ ചേട്ടൻ പറഞ്ഞ 1 കോടി രൂപ കണ്ടു വെച്ചിട്ടാണ് അന്ന് ഏതാണ്ട് 4 വർഷം കൊണ്ട് പണി എടുപ്പിച്ചു ഈ 7 നില ബിൽഡിംഗ്. ഈ 7 നില ബിൽഡിംഗ് 4 വർഷം കൊണ്ട് 1 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ബിൽഡിംഗ് നിർമ്മാണം ഉദ്ഘാടനം നടത്തിയത്. അപ്പം ഈ ബിൽഡിംഗ് പണിയുമ്പോൾ ഇപ്പൊ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന 6 വർഷം 7ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. 7 വർഷം കൊണ്ട് കോടികൾ മുടക്കി 4.5 കോടി രൂപയോളം അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതെ, ലിഫ്റ്റ് കൊണ്ടുവച്ചിട്ട് അവരത് എടുത്തുകൊണ്ട് പോയി. നിങ്ങൾ ഇതിന്റെ പ്ലാൻ മൊത്തത്തിൽ കണ്ടാൽ ഞാൻ ഉറപ്പിച്ച് ഈ ബിൽഡിംഗിൽ ഇരുന്ന ആൾക്കാരോടും അത് കണക്കാன വ്യാപാരികളോടും ഈ നാട്ടുകാരോടും ഉറപ്പിച്ച് പറയാം, ഇതിന്റെ പേര് പക്ക അഴിമതിയും സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മളെയൊക്കെ വെറും വിഡ്ഢികളാക്കി കഴുതകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ നഗരസഭയും അവിടുത്തെ അധികാരികളും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കൂടാതെ ഒരു കാര്യം കൂടെ പറയാം, ഇതിനി പുതിയ ഓപ്ഷൻ വെച്ചിട്ട് ഈ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഓപ്ഷൻ വെച്ചിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ലൈസൻസ് കിട്ടാൻ സാധ്യത കുറവാണ്. ഒരു കാര്യം ഇപ്പൊ തന്നെ ലിഫ്റ്റ് കൊണ്ടുവച്ചിട്ട് ലിഫ്റ്റ് എടുത്തിട്ട് എന്താ അതിന് സംവിധാനം ഇവിടെ ഉണ്ടാക്കി കൊടുത്തില്ല. ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? നാട്ടുകാരാണോ? ഇവർക്കൊക്കെ ദീർഘദേശം അല്ലെങ്കിൽ കൊള്ള അറിയാവുന്ന കുറെ വലിയ കമ്പനികളെ പണിയുന്ന ഒരുപാട് വലിയ ബിൽഡിങ്ങുകളും കൊട്ടാരങ്ങളും വീടുകളും പണിയുന്ന ആൾക്കാരുണ്ട്. അവരെ വിളിച്ച് കാണിച്ചാൽ പറ്റും, ലളിതമായിട്ട് പറഞ്ഞു തരുന്നത് എന്ത് ചെയ്യണമെന്ന്. അപ്പൊ കോടിക്കണക്കിന് രൂപ വരുമാനം നഷ്ടമാവുകയും കോടിക്കണക്കിന് രൂപ ഇതിനകത്ത് ആവശ്യമില്ലാതെ കുഴിച്ചിടുകയും അതിന്റെ കമ്മീഷനുകൾ 10 15 അത്രയാണെന്നുള്ളത് ഇനി മേടിച്ച് തിന്നവന്മാർക്ക് എടുത്തു പോയിക്കണം. അങ്ങനെ തന്നെ പറയാം, മേടിച്ച് തിന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇതിന്റെ പണി എന്നേ കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അത് കണക്കിന്റെ സ്റ്റെപ്പുകൾ. ഇതിന് ചുറ്റും നമ്മൾ നോക്കിയാൽ ഈ ബിൽഡിംഗ് പണിഞ്ഞ സമയത്ത് തന്നെ ഇവിടെ ഏത് ബിൽഡിംഗ് ആണ് നേരെ പണിത്? KSRTC ബസ് സ്റ്റാൻഡ് എടുത്തോ, അത് കണക്ക് തന്നെ സിവിൽ സ്റ്റേഷൻ എടുത്തോ, അതുപോലെ തന്നെ ചെമ്മന്തൂരിൽ നമ്മുടെ മാർക്കറ്റ് അവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് എടുത്തോ, ഒന്നും ജനങ്ങൾക്ക് ഗുണമുള്ള രീതിക്കല്ല. ഈ കയറിയിരിക്കുന്നവന്മാർക്ക് കുറച്ച് തിന്നാനും അവരുടെ കുടുംബത്തിന് അവർക്ക് വലിയ വാഹനം മേടിക്കാൻ അവർക്ക് നെളിഞ്ഞു നടക്കാനും. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഇവരുടെയൊക്കെ ആ ഒരു നിലവാരം പോയി എന്നുള്ളത് അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ. എന്നാൽ ഈ കരാറെല്ലാം എടുക്കുന്നത് ഏകദേശം ഒരാൾ തന്നെ ആവാനാണ് സാധ്യതയുണ്ടല്ലോ. അതാണ്, അതായത് ഞാനും എന്റെ പൊക്കണമെന്ന് പറഞ്ഞ കണക്ക് ഏതോ 1-2 പേർക്ക് ടെൻഡറും ഇല്ലാതാണ് ഇതിന്റെ മെയിൻ കരാർ കൊടുത്തത്. പക്ഷെ ഇപ്പൊ പണിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം എന്താണ് ഇതെല്ലാം സബ് കൊടുത്തിരിക്കും. അപ്പൊ സബ് ഇല്ല, തൂക്കാലം പണിഞ്ഞ നടക്കാം, തൂക്കാലത്തിന് കോടികൾ വന്നു, പക്ഷെ പണിഞ്ഞതാരാ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാ എന്ന് പറഞ്ഞതുപോലെതാണ് ഇതിന്റെ കാര്യം. ഒരു കാര്യം നിങ്ങൾ വ്യാപാരികൾ പറയും, ഈ ബിൽഡിംഗ് പ്രതീക്ഷിക്കേണ്ട, ഇത് പണിഞ്ഞ് കുറെ എന്തെങ്കിലും ആക്കി തീർത്തിട്ട് ഓരോ പ്രാവശ്യം അടുത്ത മാസം തുറക്കും ഇൻഡോർ സ്റ്റേഡിയം ഇട്ടേക്ക് നടക്കുക, അടുത്ത മാസം തുറക്കും എന്ന് പറയുന്നതല്ലാതെ ഇത് ഒരിക്കലും ഇതിന് മെയിനായിട്ട് ഇനി പണിഞ്ഞതിന് ശേഷമുള്ള ലൈസൻസ് കിട്ടാൻ. ഇതിനകത്ത് നമ്മളൊരു വളരെ രസകരമായ ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 2 ദിവസം മുമ്പേ നഗരസഭാ അധികൃതരുടെ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ ചെയ്യുന്നുണ്ട്, നാടിനെ പ്രയോജനം ചെയ്യുന്ന നിലയിൽ ഒരു നല്ലൊരു ചർച്ച ഉണ്ടാവണം, നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് നഗരസഭയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളും വരില്ലാന്ന്. അപ്പൊ അതേസമയത്ത് നിങ്ങൾ താണ്ട ഫെസ്റ്റ് കിടക്കുന്നത്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമല്ലോ, ഈ പറഞ്ഞ ആൾക്കാരും ഉദ്യോഗസ്ഥരുമേ എന്തൊക്കെയോ നാടിന് വേണ്ടി ഞങ്ങൾ ചെയ്ത് വീർപ്പും മുട്ടി ഞങ്ങൾ താണ്ടായി നമ്മൾ വിയർപ്പൊക്കെ ഒഴിച്ചാൽ നല്ല രസകരമായി ഒരുങ്ങി ആ ഫെസ്റ്റിന്റെ മുമ്പിൽ കാണും. പക്ഷെ അവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും എന്തോത്തിനാ ഇങ്ങനെ ഒരു നഗരസഭ അല്ലെ? സത്യമല്ലേ? ഒന്ന് ആലോചിച്ചു. ഞാൻ പറയുന്ന കള്ളമാണ്. ഈ പറയുന്ന ഫ്രണ്ട് വശം ഇപ്പൊ തന്നെ PWD ഹൈക്കി കെട്ടിരിക്കുക, എന്താണ് ഓട നടപ്പാത, ഇവിടെ പാർക്കിംഗ് ഏരിയ എവിടെ? ഈ ബിൽഡിങ്ങിന്റെ പാർക്കിംഗ് ഏരിയ മെയിൻ ആയിട്ട് എവിടെ? ഇത്രയും കെട്ടുമ്പോൾ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് അടിച്ചാൽ പാർക്കിംഗ് ഏരിയ വേണം, ഇതിനകത്തോടെ കയറി പോകും. നമ്മൾ മനസ്സിലാക്കണം കാര്യം. ഇത്രയും വിഡിത്തം എന്ന് പറയാൻ നമുക്കറിയാലോ, നമ്മൾ ചുമ്മാ ബസ്സിൽ പോകുമ്പോൾ പോലും ഓരോരോ പ്രൈവറ്റ് വെയിറ്റിംഗ് ഷെഡുകൾ കാണുമ്പോൾ പറയാലോ 50 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം എഴുതി വെച്ചേക്കുന്ന വെയിറ്റിംഗ് ഷെഡ് കാണുമ്പോൾ തന്നെ നമ്മൾ മൂക്കി കൈവയ്ക്കാറില്ലേ? അതിനേക്കാൾ ഗുരുതരമായ വീഴ്ചയാണ് ഈ 7 നില ബിൽഡിങ്ങിനുള്ളത്. നമ്മൾക്ക് ക്ഷമിക്കുക, എല്ലാത്തിനും കൂടെ ക്ഷമിക്കുക, അനുഭവിക്കുക, മിണ്ടാതെ മനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ട് കിടക്കുക. അവർ കുറച്ചൊരു ജീവിക്കും. സമയങ്ങളിൽ വരുമ്പോൾ ഇലക്ഷൻ വരും, അവർ ചിരിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുക, ആ സമയത്ത് നമ്മൾ കുത്തി കൊടുക്കണം, എന്നിട്ട് തൊഴുവണം. 1991 നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഏകദേശം 1 കോടി രൂപയോളമാണ് ഈ 7 നില കെട്ടിടത്തിനായിട്ട് അന്ന് ചെലവായത്. പക്ഷേ ഇപ്പോൾ നവീകരണ പ്രവർത്തനത്തിന് 3.5 കോടി രൂപയിൽ പുറത്ത് ചെലവാക്കിയിട്ടും നവീകരണം പൂർത്തിയാകുന്നില്ല. പൊതുവെ നഗരസഭാ ഭരണകർത്താക്കളുടെ ഒരു പിടിപ്പുകേടാണ്, ആ നിർമ്മാണത്തിൽ ഒരു അഴിമതിയുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് പൊതുവെ ഉയർന്നു വന്നത്. പുനലൂർ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ജയപ്രകാശ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അപ്പം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ വിഷയങ്ങൾ കൗൺസിലിൽ നിരവധി തവണ ചർച്ച ചെയ്യുകയും പൊതുജന മധ്യത്തിൽ കൊണ്ടുവരികയും ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ്. ഇത് ഇങ്ങനെ മതിയോ? ഇത് യഥാർത്ഥത്തിൽ പുനലൂരിലെ പട്ടണവാസികളെ വെല്ലുവിളിക്കുകയാണ് നഗരസഭ ചെയ്യുന്നത്. പട്ടണത്തിൽ
നഗരസഭയുടെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സാവേണ്ടതാണ് ഈ 7 നില വ്യാപാര സമുച്ചയം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിവർഷം ലക്ഷക്കണക്കിന് രൂപ നഗരസഭയ്ക്ക് വരുമാനം ലഭിക്കേണ്ട ഒരു കെട്ടിടം നവീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ അടച്ചിട്ടിട്ട് 6-7 വർഷം പിന്നിടുകയാണ്. 2018 ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ 3 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. എന്നാൽ ഇത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് നഗരസഭയുടെ ഭരണ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന് മാത്രവുമല്ല, ഇതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ദുരുപയോഗം ചെയ്ത് പാഴാക്കി കളയുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നു. പട്ടണത്തിന് പ്രയോജനപ്രദമാകേണ്ട ഒരു കെട്ടിടം 3 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാം എന്ന് പറഞ്ഞതിന് ശേഷം 5 കോടിയിൽ പരം രൂപ ചെലവഴിച്ചിട്ടും ഈ കെട്ടിടം എവിടെയും എത്തുന്നില്ല, ഇത് കമ്പിക്കാലിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ഭരണസമിതിയുടെ പിടിപ്പുകേടിന്റെ പ്രതീകം തന്നെയാണ്. എല്ലാ സമയങ്ങളിലും കഴിഞ്ഞ 2018 മുതൽ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഇതിലേക്കായി തുക വകയിരുത്തുന്നുണ്ട്. എന്നാൽ എല്ലാ സമയങ്ങളിലും ഞങ്ങളത് ആവശ്യപ്പെടുമ്പോഴെല്ലാം അടിയന്തിരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ, നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഭരണ നേതൃത്വം ഇടപെടുന്നു എന്ന് പറയുന്നതല്ലാതെ ഇതിലേക്ക് ആവശ്യമായി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിവിൽ വർക്കുകൾ പോലും പൂർത്തീകരിക്കാൻ നഗരസഭയ്ക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ കെട്ടിടം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വെച്ചിരുന്ന സിവിൽ വർക്കുകൾ അവസാന ഘട്ടത്തിൽ പദ്ധതിയിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ആ സിവിൽ വർക്കുകൾ ഒഴിവാക്കിയുണ്ടായി. അതുകൊണ്ട് സംഭവിച്ചത്, ഇവിടെ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കരാറുകാരൻ മാസങ്ങളോളം ലിഫ്റ്റ് ഇവിടെ പുറത്തു വെച്ച് സിവിൽ വർക്കുകൾ പൂർത്തീകരിക്കാത്തതിനാൽ ലിഫ്റ്റ് സ്ഥാപിക്കാൻ കഴിയാതെ തിരികെ ലിഫ്റ്റ് എടുത്തിട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഈ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെ കൺസൾട്ടൻസിയായി ഫീസ് നൽകിക്കൊണ്ട് നിശ്ചയിച്ചാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വന്നത്. എന്നാൽ ഈ കെട്ടിടം മുകളിലേക്കുള്ള പടവുകൾ, ഇത് കെട്ടിടത്തിന് ഫയർ എൻഒസി ലഭ്യമാവുകയില്ല. അതിന് കാരണം, ഫയർ എൻഒസി ലഭ്യമാകണമെങ്കിൽ പടവുകൾക്ക് 1 മീറ്റർ 20 സെന്റിമീറ്റർ വീതി വേണം. ഈ കെട്ടിടത്തിലെ സ്റ്റെപ്പുകൾക്ക് 80 സെന്റിമീറ്റർ മാത്രമേ വീതിയുള്ളൂ. ഇതിന്റെ എഞ്ചിനീയർമാർ, ഇതിന്റെ കൺസൾട്ടൻസിയോ നഗരസഭയുടെ എഞ്ചിനീയർമാരോ ആരും ആ വസ്തുത മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാക്കാതെയാണ് നഗരസഭയുടെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കോടിക്കണക്കായ രൂപ പാഴാക്കി കളഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വസ്തുത. അല്ല, നവീകരണ പ്രവർത്തനം പൂർത്തിയായാൽ തന്നെയും ഇത് പ്രവർത്തിക്കാൻ പറ്റിയ സാഹചര്യമല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നതിനർത്ഥം. തീർച്ചയായും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ പോലും ഈ കെട്ടിടത്തിലേക്കുള്ള ഫയർ എൻഒസി അത് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നഗരസഭയ്ക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഇതിന് ഫയർ എൻഒസി ലഭ്യമാവുകയില്ല. ഈ നിർദ്ദിഷ്ട അളവിലുള്ള പടവുകളല്ല ഈ കെട്ടിടത്തിന് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഈ കെട്ടിടത്തിൽ ഫയർ എൻഒസി ലഭ്യമാകുകയില്ല. അതിന് സർക്കാർ തലത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കണം. അങ്ങനെ അനവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇതുണ്ട്. ഇതൊന്നും നഗരസഭ അഡ്രസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നില്ല എന്നുള്ളത് ഒരു വശത്ത്, പൂർത്തിയായാൽ പോലും ഇതിന് ഫയർ എൻഒസി പോലും ലഭ്യമാവുകയില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത. കെട്ടിടത്തിൽ സിവിൽ വർക്കുകൾ പോലും ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. കെട്ടിടത്തിൽ കയറി പരിശോധിക്കുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നഗരസഭയ്ക്ക് പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിച്ചിരുന്ന ഒരു കെട്ടിടം കാട് മൂടി ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നു എന്നത് പുനലൂരിലെ പട്ടണവാസികളെ നോക്കി പല്ലിളിക്കുകയാണ്. പണിതിട്ടും പണി തീരാത്ത ഈ കെട്ടിടം. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഇപ്പോഴുള്ള നവീകരണ പ്രവർത്തനവും കൃത്യമായ ഒരു കണക്കുകൂട്ടലില്ലാതെ അഴിമതിപരമായിട്ടാണ്. ഇത് ഒരു പടികൾ, ഓരോ പടിക്കും ഓരോ വലിപ്പമൊക്കെയാണ്. ഓരോ വലിപ്പം, മതിയായ വീതിയില്ല, നീളമില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു രസകരമായ നിർമ്മാണമാണ്. തീർച്ചയായിട്ടും വേറെ സന്തോഷമാണ്. ഇത് പണിയുന്നത് ഒരിക്കലും അന്യ സംസ്ഥാന തൊഴിലാളികളായിരിക്കത്തില്ല. ഇവിടുത്തെ മലയാളിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കോൺട്രാക്ടറും ഇവിടുത്തെ പണിക്കാരും ആവാനാ ചാൻസ്. കാര്യം വളരെ കൃത്യതയുണ്ട്. എങ്ങനെയും ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ മതിയല്ലോ, ആര് ചോദിക്കാനോ ഇവിടെ. എന്തായാലും എനിക്കിപ്പോൾ നിങ്ങളോടൊക്കെ സത്യത്തിൽ പറയാനുള്ളത്, എന്തായാലും പുനലൂർ നഗരസഭയുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണണമെങ്കിൽ, നിങ്ങളെ ജനങ്ങൾ ഇനിയെങ്കിലും മതിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. കാര്യം ഇപ്പോൾ ജനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം വാഷ്റൂം ഇല്ലാത്തൊരു വലിയ സംഭവം, കമ്പർട്ടേഷനോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ ഇപ്പോൾ ഓൺ സീസണാണ്. കിഴക്കൻ മേഖലയിൽ അവിടെ നിന്നൊക്കെ വരുന്നവർക്കൊന്നും മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ ഒരു പുനലൂർ സ്ഥലമില്ല. എന്തായാലും ഇത്രയും നല്ല ശാന്തമായ സ്ഥലത്ത് എന്തായാലും അതിനൊരു വലിയ ഉപകാരം ഉണ്ടാകുന്നുണ്ടെന്ന് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഈ പരിസരവാസികളൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ നാണം മാറ്റാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് വളരെ വിശാലമായ ഒരു മൂത്രപ്പുരയാക്കി മാറ്റി ഇവിടുത്തെ സാധാരണക്കാർക്ക് ആ ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ ചിലപ്പോൾ ഈ നാണക്കേടിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് മാത്രമേ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കി ഫണ്ട് ചെലവാക്കിയ മൂത്രപ്പുര 4.5 കോടി രൂപ. അത് മാത്രമല്ല 11 വർഷം കൊണ്ട് തീർന്നൊരു ബിൽഡിംഗ് ആദ്യം
7.5 വർഷമായിട്ട് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഈ ഭരണം മഹിമയുണ്ടല്ലോ, നിങ്ങൾ തരുന്ന വികസനം, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ നിങ്ങളെ കാണുമ്പോഴേ ഒരു വല്ലാത്തൊരു സ്നേഹം കേട്ടോ. സമ്മതിച്ച് നമിച്ച് ജീവിതമാർഗം നിലച്ച വ്യാപാരികളുടെ ആത്മരോധനമാണ് നമ്മൾ കേട്ടത്. ഇത് ഇങ്ങനെ പോയാൽ മതിയോ? ചിന്തിക്കേണ്ട വിഷയമാണ്. നഗരസഭാ അധികൃതർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം. വ്യവസായ വകുപ്പ്, വ്യവസായ മന്ത്രി ഉൾപ്പെടെ അടിയന്തരമായി ഇടപെടണം. MLA ഇടപെടണം, MP ഇടപെടണം. വ്യാപാരികളുടെ ഈ തോര കണ്ണുനീരിന് അടിയന്തരമായി അറുതി വരുത്തേണ്ടത് വളരെ അടിയന്തരമായ ഒരു അത്യാവശ്യമാണ്. ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ.